ഹായ് ഡിയേഴ്സ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഷെയർ ചെയ്തു തരുന്ന ഒരു റീലുണ്ട്. ആ റീൽ പ്രകാരം വീണ്ടും 10 ദിവസം അവധി വരുന്നുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള മോഹൻലാലിൻ്റെ ഡാൻസ് ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു റിയാലിറ്റി ഉണ്ട്, അത് പക്ക ഫേക്ക് ആണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ റിയാലിറ്റിയാണ് നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, ശ്രദ്ധിക്കാം. എടാ, സെപ്റ്റംബർ 27 നിങ്ങൾക്ക് ശനിയാഴ്ചയാണ്. സെപ്റ്റംബർ 28 ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 29 പൂജ വെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ 29 അവധിയാണ് എന്ന രീതിയിലാണ് കുട്ടികളിലേക്ക് വ്യാജപരമായിട്ടുള്ളൊരു വാർത്ത പ്രസിദ്ധീകരിക്കപ്പെടുന്നത്, ഷെയർ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ പൂജ വെപ്പ് മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേര സമയത്തായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഗവൺമെൻറ് 29 വർക്കിംഗ് ഡേ ആയിട്ട് തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക. ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് അത് അവധിയൊന്നും കൊടുത്തിട്ടില്ല. ഇന്ന് തന്നെ ഒരു പ്രത്യേക സംഘടന എന്ത് ചെയ്തിട്ടുണ്ട്, പൂജവെപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവധി നൽകണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 29 വൈകുന്നേരമാണ് എന്ത് ചെയ്യുന്നത്, പൂജവെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 29 നിങ്ങൾക്ക് വൈകുന്നേരം വരെ സ്കൂൾ നടത്തുന്നതിൽ യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ല. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. 30 എന്തായി മാറിയപ്പോൾ പൂജവെപ്പായിട്ട് മാറി. അപ്പോൾ 30 നിങ്ങൾക്ക് എന്തായാലും അവധിയായിരിക്കും. സോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ 27 കിട്ടി, 28 കിട്ടി, ഇനി 30 കിട്ടിയെന്ന് വിചാരിക്കുക. സെറ്റല്ലേ? ഇനി അടുത്ത മാസത്തിലേക്ക് പോകുമ്പോൾ ഒക്ടോബർ മാസത്തിൽ ഓൾറെഡി 1 തീയതി പൂജവെപ്പിൻ്റെ ദിവസമായിട്ടും നിങ്ങൾക്ക് കൂട്ടാം, അതായത് മഹാനവമിയായിരിക്കും കൂട്ടാം. അതോടൊപ്പം തന്നെ 2 തീയതി ഗാന്ധി ജയന്തി വരുന്നുണ്ട്, മാത്രമല്ല വിജയദശമിയും കൂടിയാണ്. സോ അങ്ങനെ 2 അവധി കിട്ടി. ഇനി വെള്ളിയാഴ്ച പെൺകുട്ടികളൊക്കെ വയറുവേദന എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ഒരു സിക്ക് ലീവ് പോലെ എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമൊക്കെ പറഞ്ഞ് ലീവ് എടുക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചയും അവധി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ 4ഉം 5ഉം എന്ത് ചെയ്യുന്നുണ്ട്, ഈ 4ഉം 5ഉം ലീവാക്കി പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 3 ആഴ്ച എന്തല്ല, 3 ആഴ്ച അവധിയൊന്നുമില്ല. 3 തീയതി, 3 ആഴ്ച അല്ല, 3 തീയതി വെള്ളിയാഴ്ച സ്കൂൾ പ്രവൃത്തി ദിനമാണ്. അന്ന് യാതൊരുവിധ പ്രയാസങ്ങളും ഗവൺമെൻറ്റിനില്ല. അന്നൊരു അവധി പോയിട്ടൊരു സംഗതിയില്ല അന്ന്. സോ 3 ആഴ്ച നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ്. ഇനി 4 തീയതി വരുന്ന സമയത്ത് ശനിയാഴ്ചയാണ്. പക്ഷേ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അധിക പ്രവൃത്തി ദിവസമാക്കി നൽകിയതും ഈ ശനിയാഴ്ച അതിൽ പെടുന്നുണ്ട്. സോ ഒക്ടോബർ 4 തീയതി കേരളത്തിലെ ഹൈസ്കൂൾ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ക്ലാസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ലീവില്ല. 8, 9, 10 കുട്ടികൾക്ക് 4 തീയതി ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ +1 കുട്ടികൾക്ക് പിന്നെ 4 തീയതി എന്താണ്, ഓൾറെഡി ലീവാണ്. അത് കഴിഞ്ഞാൽ 5 തീയതി ഞായറാഴ്ച ആണ്. പിന്നെ വീണ്ടും തിങ്കളാഴ്ച ഓൺ ഗോയിങ് ആണ്. ഇതാണ് ഇപ്പോൾ സംഗതി. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ലീവുകളൊന്നുമില്ല, അടുപ്പിച്ചടുപ്പിച്ച് ലീവ് വരുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ വർക്കിംഗ് ഡേ വരുന്നുണ്ട്. ഇത് ഒരാൾ എന്ത് ചെയ്യാണ്, കള്ളമടിയിലൂടെ ലീവുകൾ എടുക്കുകയാണെങ്കിൽ, ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, എന്നൊരു കുട്ടി പറഞ്ഞ കാര്യം കേട്ടോ, ഈ 26 വെള്ളിയാഴ്ച, ആ 26 തീയതി ഒരാൾ ലീവ് എടുത്തെന്ന് കൂട്ടിക്കോ. 26 തീയതി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ലീവ് എടുത്തു. അപ്പോൾ 26 കിട്ടി, 27 കിട്ടി, 28 കിട്ടി. പിന്നെ 29 പൂജവെപ്പ് വൈകുന്നേരം ആണെങ്കിലും അന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ 29 കിട്ടി, പിന്നെ 30 കിട്ടി. 5 ദിവസമായി സെപ്റ്റംബറിൽ തന്നെ. പിന്നെ നേരെ ഒക്ടോബറിലേക്ക് പോയാൽ 1 കിട്ടി, 2 കിട്ടി. വെള്ളിയും എന്ത് ചെയ്യാണ്, എന്തെങ്കിലും വയറുവേദന കാരണത്താലൊക്കെ ലീവ് എടുക്കുകയാണെങ്കിൽ 3ാമതൊരു ദിവസം കിട്ടി. 4 ഹൈസ്കൂളുകാർക്ക് വർക്കിംഗ് ഡേ ആണെങ്കിലും മറ്റു കുട്ടികൾക്ക് വർക്കിംഗ് ഡേ അല്ല. സോ 4 കിട്ടി, പിന്നെ 5ഉം കിട്ടി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 10 ദിവസം കിട്ടിയെന്ന്, 10 ദിവസം അവധി അടുപ്പിച്ച് വരുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത്. സോ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഇതിനിടയിൽ വരാനുണ്ട്. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. കാരണം ഓൾറെഡി പോർഷൻസൊക്കെ വളരെ ബാക്കിലാണ്. പോരാത്തതിന് സബ് ജില്ലാ കലോത്സവങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതിനിടയിലൂടെ ഇത്തരം ലീവുകൾ വരുമ്പോൾ പ്രയാസമേറുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ തയ്യാറാക്കി ഈ 10 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. പൂജവെപ്പിൻ്റെ ദിവസങ്ങളിൽ എല്ലാവർക്കും പൂജവെപ്പില്ല. ഓക്കെ, ഓൾറെഡി നിങ്ങളിപ്പോൾ പൂജവെപ്പിലാണെന്നറിയാം. അന്നും കൂടി പിന്നെ പ്രത്യേകിച്ച് പൂജ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കിട്ടുന്ന അവധികൾ ഉപയോഗിക്കുക. പൂജവെപ്പിന് നിങ്ങൾ അത്രമേൽ എന്ത് ചെയ്യുക,
കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുക. നല്ല ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറി, നല്ല സിലബസ് ആണ്, നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് കേരളത്തിൽ ഒരു ക്രിസ്മസ് പരീക്ഷ നടക്കുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടി ഏതാണ്, പഠിക്കാത്ത കുട്ടി ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളാണ് പഠിക്കേണ്ടത്, ഞങ്ങളല്ല. പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. മാക്സിമം ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. റിയാലിറ്റി നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. 10 ദിവസം അടുപ്പിച്ച് അവധികളൊന്നുമില്ല, അതിനിടയിൽ ചില വർക്കിംഗ് ഡേയ്സ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.